തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന നിർണായക ഘട്ടത്തിൽ സംസ്ഥാനത്തെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് വലിയ ആശ്വാസവും കൈത്താങ്ങും നൽകിക്കൊണ്ട് കേരള സർക്കാർ സുപ്രധാനമായ ഒരു പിടി ജനക്ഷേമപരമായ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ച ഈ തീരുമാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സാമൂഹ്യ സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് മുതൽ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിലെ വർധനവ് വരെ നീളുന്ന ഈ പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവയാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ തുകയിലെ വർധനവാണ്. നിലവിലെ 1600 രൂപ എന്ന പ്രതിമാസ പെൻഷൻ തുക 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയായി ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ വർധനവ് ഒരു വലിയ ആശ്വാസമാകും. 2025 നവംബർ 1 മുതലാണ് ഈ വർദ്ധിപ്പിച്ച തുക വിതരണം ചെയ്യുക. ഈ പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം 13,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. സാമ്പത്തിക കാര്യത്തിൽ ഏറെ ശ്രദ്ധയോടെ നീങ്ങുന്ന ഈ കാലഘട്ടത്തിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടക്കമില്ലാതെ നൽകാനും തുക വർദ്ധിപ്പിക്കാനും സർക്കാർ കാണിക്കുന്ന പ്രതിബദ്ധത ജനങ്ങൾക്കിടയിൽ സർക്കാരിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കും.